ഇന്ത്യയുടെ ഷിപ്പിംഗ് സേവനങ്ങളുടെ കണക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രതിവർഷം ഇന്ത്യ ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ് വിദേശ കമ്പനികൾക്ക് നൽകുന്നത്. ഇന്ത്യ ഷിപ്പിംഗ് സേവനങ്ങൾക്കായി പ്രതിവർഷം ഏകദേശം 6 ലക്ഷം കോടി രൂപ ചെലവഴിക്കുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ എത്രമാത്രം വിദേശ കപ്പലുകളെ ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തു കാട്ടിയിരിക്കുന്നത്. 34,200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിലും തറക്കല്ലിടയിലും സംസാരിക്കവേ സമുദ്ര മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാകേണ്ടതിന്റെ ആവശ്യകതയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇന്ത്യ നിലവിൽ ഇപ്പോൾ വിദേശ ഷിപ്പിംഗ് കമ്പനികൾക്ക് പ്രതിവർഷം നൽകുന്ന ഈ ഏകദേശം $75 ബില്യൺ അഥവാ ഏകദേശം 6 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിന് ഏതാണ്ട് തുല്യമാണ്. ഇന്ത്യ ഇങ്ങനെ വിദേശ കപ്പലുകളെ ആശ്രയിക്കുന്നത് കൊണ്ട് ദേശീയ വിഭവങ്ങൾ മാത്രമല്ല, ഇന്ത്യ മൂലം വിദേശത്തെ ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വളർച്ചയ്ക്കും ആത്മാഭിമാനത്തിനും ഒരു പ്രധാന തടസ്സമാണ് ഇത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 50 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ 40% ഇന്ത്യൻ കപ്പലുകൾ കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ തെറ്റായ നയങ്ങൾ കാരണം ഈ വിഹിതം വെറും 5% കുറഞ്ഞിരിക്കുകയാണ്. കപ്പൽ നിർമ്മാണം പുനരുജ്ജീവിപ്പിക്കുന്നതിനും തുറമുഖ പ്രവർത്തനങ്ങൾ ലളിതമാക്കുന്നതിനും 2047 ഇന്ത്യ ഒരു പ്രധാന സമുദ്ര ശക്തിയാക്കുന്നതിനുമുള്ള അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ നടന്നു വരികയാണ് എന്നാണ് പ്രധാനമന്ത്രി മോദി ഇപ്പോൾ പ്രഖ്യാപിച്ചത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകവുമാണ്. ഇതിനുവേണ്ടി ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം പുതിയ സംരംഭങ്ങൾ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ പുതിയ സംരംഭങ്ങളുടെ ഭാഗമായി വ്യാപാരം സുഗമമാക്കുന്നതിനായി ഇന്ത്യ ഒരു രാഷ്ട്രം ഒരു രേഖ, ഒരു രാഷ്ട്രം ഒരു തുറമുഖം എന്നീ പ്രക്രിയകളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ കപ്പലുകൾക്ക് അടിസ്ഥാന സൗകര്യ പദവി നൽകിയിട്ടുണ്ട്. ധനസഹായം ലഘൂകരിക്കുകയും ആഭ്യന്തര കപ്പൽ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. കപ്പൽശാലകൾ നവീകരിക്കുന്നതിനും സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുന്നതിനും ഡിസൈൻ ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികളിൽ ഏകദേശം 70,000 കോടിയിലധികം രൂപയാണ് ഇപ്പോൾ ഇന്ത്യ നിക്ഷേപിച്ചിരിക്കുന്നത്. അതേപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുകയും പാരദീപ്, കാണ്ട്ല, ചെന്നൈ, എന്നൂർ എന്നിവയുൾപ്പെടെ പ്രധാന തുറമുഖങ്ങളിലെ 1ലധികം പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്തു. അതേപോലെ തന്നെ 2047 ലോകത്തിലെ ഏറ്റവും മികച്ച 5 കപ്പൽ നിർമ്മാണ രാജ്യങ്ങളിൽ ഒന്നായി മാറുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യവും. ഇതിനുവേണ്ടി ഏകദേശം 21,700 കോടി രൂപയുടെ മറ്റൊരു ഓർഡറുമുണ്ട്. പ്രതിരോധ കപ്പൽ നിർമ്മാണ കമ്പനികളായ DPA, SMPA, IPRCL, SCI, MIPL എന്നിവയുമായി 5 ധാരണാ പത്രങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സമുദ്രശക്തി കെട്ടിപ്പടുക്കുന്നതിനും വിദേശ കപ്പലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ഏത് വിതരണ ശൃംഖലയിലെയും തടസ്സങ്ങളെ നേരിടാൻ ഭാവിയിൽ തയ്യാറാകുന്നതിനുമായി കപ്പൽ നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി 70,000 കോടിയിലധികം രൂപയുടെ സർക്കാർ നിക്ഷേപം ഉൾക്കൊള്ളുന്ന 3 പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. അതായത് കപ്പൽ നിർമ്മാണത്തിലും അതേപോലെ തന്നെ കപ്പലിന്റെ ഉടമസ്ഥതയിലും ഇന്ത്യയെ ആഗോളതലത്തിൽ മികച്ച 10 രാജ്യങ്ങളിലേക്ക് എത്തിക്കുക, ഇന്ത്യൻ തുറമുഖങ്ങളിലെ ആഗോള തുറമുഖ ചരക്കിന്റെ വിഹിതം 3 ഇരട്ടിയാക്കുക എന്നിവയാണ് സർക്കാരിന്റെ ഈ ഒരു അജണ്ടയുടെ ഭാഗമെന്ന് പറയുന്നത്. നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ ഉടമസ്ഥതയിലും ആഗോളതലത്തിൽ 16ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. കൂടാതെ ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലുകളിൽ ഏകദേശം 7% മാത്രമേ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നുള്ളൂ. ഇന്ത്യൻ കപ്പലുകളിൽ കൊണ്ടുപോകുന്ന കയറ്റുമതി ഇറക്കുമതി ചരക്കിന്റെ വിഹിതം 1988 സാമ്പത്തിക വർഷത്തിൽ 41% ആയിരുന്നത് 2023 സാമ്പത്തിക വർഷത്തിൽ വെറുമത് 5% കുത്തനെ കുറഞ്ഞു എന്നുള്ള ഡേറ്റകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ വിദേശ ഷിപ്പിംഗ് കമ്പനികൾക്ക് അവരുടെ സേവനങ്ങൾക്കായി പ്രതിവർഷം ഏകദേശം 6 ലക്ഷം കോടി രൂപയാണ് നൽകുന്നത്. ഇതിനൊരു കാരണമായി മാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിന് തുല്യമായ തുകയാണ്. ഇതിന്റെ ഇപ്പോഴത്തെ ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് 25,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണ സാമ്പത്തിക സഹായ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം സർക്കാർ കപ്പൽ നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. അടുത്ത പദ്ധതിയാണ് 20,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണ വികസന പദ്ധതി. ഇത് ഗ്രീൻഫീൽഡ് കപ്പൽ നിർമ്മാണ മെഗാ ക്ലസ്റ്ററുകൾക്ക് മൂലധന സഹായം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പൊതുവായിട്ടുള്ള സമുദ്ര സൗകര്യങ്ങൾക്കും കര കണക്ടിവിറ്റിക്കും അടിസ്ഥാന സൗകര്യ പിന്തുണ നൽകുന്നതിലൂടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി നിലവിലുള്ള കപ്പൽശാലകൾക്ക് മൂലധന സഹായം, ശേഷി വികസനത്തിനായി ഒരു ഉന്നത ബോഡി സ്ഥാപിക്കൽ എന്നിവയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കപ്പൽ നിർമ്മാണത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ചൈന, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പ്രയോജനം നേടിയ ശേഷമാണ് ഈ പരിപാടിക്ക് ഇപ്പോൾ അന്തിമ രൂപം നൽകിയിരിക്കുന്നത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നേരിട്ടും അല്ലാതെയും ഏകദേശം 2 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഈ പദ്ധതികൾക്ക്
അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിക്കും. ശേഷിയിലും ശേഷി സൃഷ്ടിക്കലിലും ഇന്ത്യൻ കപ്പൽ നിർമ്മാണ വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനും മറ്റ് രാജ്യങ്ങളിൽ ലഭ്യമായ ക്രെഡിറ്റ് റിസ്ക് കവറുകൾ നൽകുന്നതിനും FDA ശ്രമിക്കുന്നതിനാൽ ഇതിപ്പോൾ നിർണായകമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നിലവിൽ ഇന്ത്യയിലെ 61 കപ്പൽശാലകളിൽ 8 എണ്ണം മാത്രമേ വലുതോ വളരെ വലുതോ ആയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഗ്രീൻഫീൽഡ് കപ്പൽ നിർമ്മാണം, അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഏകദേശം 2000 മുതൽ 3000 ഏക്കർ വീതമുള്ള 4 ഭൂമി സർക്കാർ കണ്ടെത്തിയതായി മെയ് 14 ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഈ പദ്ധതി ഇപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ചൈന, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും എത്തും. ഇത് മാത്രമല്ല, ഇന്ത്യയിലെ ഏകദേശം 2 കോടി ജനങ്ങൾക്കാണ് ഇത് തൊഴിലവസരങ്ങൾ നൽകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിലോ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.